ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യമായിട്ടൊരു ചോദ്യം, ഞങ്ങൾ ആരാണ്? അതൊരു വലിയൊരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യനാണ്, അസ്തിത്വവാദ ചോദ്യമാണ്. അതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ആരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പ്രധാനം. ഞങ്ങൾ 1978-82 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെള്ളായണിയിലെ കാർഷിക കോളേജിൽ പഠിച്ച് ജയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത് എന്തിനാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യത്തിനല്ല പ്രസക്തി, ഇപ്പോൾ ഉത്തരത്തിനാണ് പ്രസക്തി. ഞങ്ങൾ ഈ ചെറുപ്പക്കാർ 78-82 ബാച്ചിലെ കാർഷിക ബിരുദധാരികൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ഒരു യാത്രയല്ല, ഞങ്ങൾ പല യാത്ര പോയിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണ് ഇത്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് അടുത്ത ബൈക്കിൽ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത യാത്ര അത് നല്ല ഒരു അന്താരാഷ്ട്ര ലൊക്കേഷനിലേക്കാണ് വീണ്ടും പോകുന്നത്. ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിയ സ്ഥലം, അതായത് ഭൂട്ടാൻ. ഞങ്ങൾ ഭൂട്ടാനിലേക്ക് പോവുകയാണ്. അപ്പോൾ വളരെ ടെക്നിക്കലായിട്ടൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ബൈറ്റ്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കുറച്ച് ഐക്കണോക്ലാസ്റ്റിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇൻട്രോ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഒരു യാത്ര പോകുന്നു. എന്താണ് ആ യാത്ര? ഞങ്ങൾ ഈ കുറേയധികം യാത്രകൾ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്രൂപ്പ് പോകുന്ന 6ാമത്തെ യാത്രയാണെന്ന് തോന്നുന്നല്ലേ ഇത്. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് അതെ, ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര പോയി. അല്ല, ലക്ഷദ്വീപിൽ നമ്മൾ പോയിട്ടില്ല, ഗ്രൂപ്പ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ദോഹയിൽ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ യുദ്ധഭീതിയിൽ നിൽക്കുന്നതിനൊക്കെ വളരെ മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു യാത്ര പോയി. 5 ദിവസം അവിടെ അടിച്ചു പൊളിച്ചു, ദോഹ മുഴുവനും കണ്ടു എന്ന് വേണമെങ്കിലൊരു ഖ്യാതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. സന്തോഷിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി യാത്ര പോരാ, ഇനിയും കൂടുതൽ വേണം തോന്നി. അപ്പോൾ ഞങ്ങൾ കൊച്ചിൻ ബിനാലെ വരുന്ന സമയമാണ്. അപ്പോൾ എന്തുകൊണ്ട് കൊച്ചി, വൈ നോട്ട് കൊച്ചിൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ 78-82 കാർഷിക കോളേജിൽ പഠിച്ച ആ സൗഹൃദത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടി, കുടുംബം അടക്കം, കൊച്ചു പേരക്കുട്ടികളടക്കം വന്നു. അതെ, ഒരുപാട് പേര് അതിൽ പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്തോളം. എന്താണെങ്കിലും ബാച്ച് സ്ട്രെങ്ത് മിനിമം 30 അത്രത്തോളം ഉണ്ടാവും. 15 ഫാമിലീസ്, പിന്നെ കൊച്ചുകുട്ടികൾ അടക്കം എല്ലാവരും കൂടെ വന്നു. കൊച്ചിയിൽ വന്നു. ഞങ്ങൾ അവിടെ 2 ദിവസം അവിടെ താമസിച്ച് ഒരു മുസിരിസ്, അതെ, റെക്ക വാലിയിൽ താമസം. നമ്മളെന്തിനാണ് റെക്ക വാലി പ്രൊമോട്ട് ചെയ്യുന്നത്? കുഴപ്പമൊന്നുമില്ല, റെക്ക വാലി മോശമൊന്നും ആയിരുന്നില്ല, ഇറ്റ്സ് എ ഗുഡ് ഏരിയ. അപ്പോൾ അവിടെ വന്നു. ഞങ്ങൾ പിന്നെ എന്താ ചെയ്ത്, ഞങ്ങൾ മുസിരിസ് ടൂർ, ഒരു ഹെറിറ്റേജ് ടൂർ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു ബോട്ട് ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്നിട്ട് മുസിരിസ് ജെട്ടിയുടെ അവിടെ വന്ന് ഒരു നല്ല ഉച്ചയൂണ്, അത് കഴിഞ്ഞ് നല്ല സ്നാക്സ് അടക്കം പിന്നെ വിശദമായിട്ട് കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ട് ഞങ്ങളങ്ങ് പിരിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള 2 ഡേ ട്രിപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയി ബിനാലെ ലൊക്കേഷൻസ് കണ്ടു. ബൈ ഫുട്ട് നോട്ട് മൈ ഫുട്ട്, ബൈ ഫുട്ട് അല്ലേ, എന്തെങ്കിലും പറയൂ, ബൈ ഫുട്ട് ഞങ്ങൾ കണ്ട് ഞങ്ങൾ ബിനാലെ ലൊക്കേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ഞാനും ഉഷയും. അതിൻ്റെ പേര് ഹരി, ഇത് ഉഷ. അത് പറഞ്ഞില്ലല്ലോ, അത് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയല്ലേ, പേരിനല്ല കാര്യം, പറയുന്ന കാര്യങ്ങൾക്കാണ് കാര്യം. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ കണ്ണൂർ പോയിട്ട് ഞങ്ങളൊരു തെയ്യം കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ ആ യാത്ര അങ്ങനെ എന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഓരോരുത്തരും ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയി. ചില ആൾക്കാർ ഇടയ്ക്ക് ദുബായിൽ പോയി. ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ തന്നെ അവർ കുടുംബവും അങ്ങനെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വേറെ പിന്നെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പലരും ചെയ്തു. ഞങ്ങൾ ഇടയ്ക്ക് പല യാത്രകളും പോയി. ഞങ്ങൾ ഇടയ്ക്ക് ഒരു റോഡ് ട്രിപ്പ് പോയി ഖജുരാഹു ഡാൻസ് ഫെസ്റ്റിവൽ കാണാനായിട്ട്. ഞാൻ ഉഷയും ഞങ്ങളുടെ കുട്ടികളും മകളും ഫാമിലിയും കൊച്ചുമകളും ഒക്കെ അടക്കം പോയി. അത് ഞങ്ങളുടെ വേറൊരു ട്രിപ്പാണ്, അതിനെ പറ്റിയിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല ഇപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതെന്താണ് എന്നുള്ളത് ഇനി അടുത്ത ബൈറ്റിൽ പറയാം. ഓക്കെ.
ഭൂട്ടാനിലേക്കാണ്. അത് ഞങ്ങൾ 10-ാം തീയതി, ഏപ്രിൽ 10-ാം തീയതി രാവിലെ ഇവിടുന്ന് ഫ്ലൈ ഔട്ട് ചെയ്യുന്നു. ബാംഗ്ലൂർ ഫസ്റ്റ് ലേ ഓവർ, അവിടെ നിന്ന് ബഗ്ദോഗ്രയിൽ നിന്ന് ബൈ റോഡ് ഞങ്ങൾ ഭൂട്ടാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അപ് ടു 16th ഭൂട്ടാനിലെ പല ലൊക്കേഷൻസിലും കണ്ട് പോവുകയാണ്. എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ഉഷ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 2018 ഒരിക്കൽ പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചില കാരണങ്ങളല്ല ആ യാത്രയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ ഭൂട്ടാനിലേക്ക് ഒരുമിച്ച് പോവുകയാണ്. ഞാനും ഉഷയുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ജോസി ഉണ്ട്, ലതിക ജോസിയുമായി, അങ്ങനെ പിന്നെ എഡിസൺ ആൻഡ് ഫാമിലി, എബ്രഹാം ഷാജി ജോൺ ആൻഡ് ഫാമിലി, പിന്നെ ഉണ്ണികൃഷ്ണൻ ആൻഡ് ഫാമിലി, അങ്ങനെ പേര് പറഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ വീഡിയോയുടെ ബൈക്ക് ലെങ്ത് കൂടും. പിന്നെ ശ്രീകുമാരൻ ആൻഡ് ഫാമിലി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇത് ബാച്ച് സ്ട്രെങ്ത് ഏതാണ്ട് 33 ആൾക്കാരുണ്ട് ഞങ്ങൾ. ഓൾ തിങ്സ് അറേഞ്ച്ഡ്. ഞങ്ങളുടെ ടൂർ ലീഡർ എഡിസനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇനി യാത്രയുടെ വീഡിയോ ബൈറ്റ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ ആൻഡ് ക്രിയേറ്റർ എന്ന് പറയുന്നത്, കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ജോസിയാണ്. ഈസ് വണ്ടർഫുള്ളി bestowed വിത്ത് ദ സ്കിൽസ്, ഐഡിയാസ്, കോൺസെപ്റ്റ്സ്. അപ്പോൾ ജോസി ആയിരിക്കും കൂടുതൽ വീഡിയോസ് ഇടുന്നത്. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രോ ടു അനദർ വണ്ടർഫുൾ ട്രിപ്പ്. ഓക്കെ.